ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ വെനസ്വേല മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അവസാനത്തെ 3 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു. അതിൻ്റെ പരിണിത ഫലം എന്തെന്നാൽ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ വെനസ്വേലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. 8ാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത്. ഇതോടുകൂടി അവരുടെ അർജന്റീൻ പരിശീലകനായ ഫെർണാണ്ടോ ബാറ്റിസ്റ്റയെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ വെനസ്വേലയ്ക്ക് പുതിയ ഒരു പരിശീലകനെ ആവശ്യമുണ്ട്. 2030 വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കൊടുക്കാൻ ആവശ്യമായ ഒരു മികച്ച പരിശീലകനെയാണ് വെനസ്വേലയ്ക്ക് ആവശ്യമായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ പരിശീലകനായ ടിറ്റയ്ക്ക് വേണ്ടി വെനസ്വേല ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ടിറ്റയുമായി ഇപ്പോൾ അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ടിറ്റ 1 വർഷത്തോളമായി പരിശീലക സ്ഥാനത്ത് പ്രവർത്തിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയെയായിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. പിന്നീട് പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരുപാട് ടീമുകൾ ടിറ്റയെ സമീപിച്ചിരുന്നു, പക്ഷെ അതെല്ലാം ഈ ബ്രസീലിയൻ പരിശീലകൻ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലായിക്കൊണ്ട് ടിറ്റയ്ക്ക് തൻ്റെ കാൽമുട്ടിന് ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് തൻ്റെ പരിശീലക കരിയറിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ അദ്ദേഹം എടുക്കുകയുള്ളൂ. ഏതായാലും വെനസ്വേല ഇപ്പോൾ ടിറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു പരിശീലക സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ ബ്രസീലും വെനസ്വേലയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ മറുഭാഗത്ത് അതല്ലെങ്കിൽ മറുചേരിയിൽ നമുക്ക് ടിറ്റയെ ബ്രസീലിനെതിരെ കാണാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.